നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അക്യുപ്രഷറിനെ കുറിച്ചാണ്. പരമ്പരാഗതമായ ചൈനീസ് മെഡിസിനിൽ വേരൂന്നിയ ഒരു പുരാതന രോഗശാന്തി സമ്പ്രദായമാണ് അക്യുപ്രഷർ. തടഞ്ഞു നിർത്തിയ ഊർജം പുറത്തുവിടാനും രോഗശാന്തി പ്രോത്സാഹിപ്പിക്കാനും ശരീരത്തിലെ പ്രത്യേക പോയിന്റുകളിൽ മൃദുവായ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ചികിത്സാ രീതി. ഈ മെറീഡിയൻ പോയിന്റുകളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അക്യുപ്രഷർ ബാലൻസ് പുനഃസ്ഥാപിക്കാനും വേദന ലഘൂകരിക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. അങ്ങനെ ഇത് പിരിമുറുക്കം ഒഴിവാക്കുന്നതിനും ശരീരത്തിന്റെ സ്വാഭാവികമായ ഊർജപ്രവാഹം പുനഃസ്ഥാപിക്കുന്നതിനും ഉള്ള ഒരു മാർഗമായി തീരും. ഈ അക്യുപ്രഷർ എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാനായി ഒരു മനോഹരമായ കഥയിതാ. അമൃത എപ്പോഴും പ്രകൃതിയുടെ ശക്തിയിൽ വിശ്വസിച്ചിരുന്നു. നാട്ടിൻ പുറത്തു വളർന്ന അവൾ തന്റെ ബാല്യത്തെ പ്രകൃതിയോട് ഇണക്കിച്ചേർത്തു. എന്നാൽ പിന്നീട് ജോലിക്കായി അവളുടെ ജീവിതം തിരക്കേറിയ ഒരു നഗരത്തിലേക്ക് നയിക്കപ്പെട്ടു. അവൾക്ക് 30 വയസ്സ് ആയപ്പോഴേക്കും ദിവസേനയുള്ള ജീവിതത്തിന്റെ പിരിമുറുക്കം അവൾക്ക് അനുഭവപ്പെട്ടു. നിരന്തരമായ സമ്മർദ്ദവും കരിയറിലെ തിരക്കും ജീവിതത്തിൽ നിശബ്ദതയുടെ അഭാവവും അവളെ ക്ഷീണിതയാക്കി. ഒരു ദിവസം മറ്റൊരു ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം അവൾക്ക് വളരെയധികം ശാരീരിക അസ്വാസ്ഥ്യം തോന്നി. അവളുടെ തോളുകൾ ലോകത്തിന്റെ ഭാരം വഹിക്കുന്നതായി അവൾക്ക് തോന്നി. ഹൃദയം ഭാരമുള്ളതും തല വേദനിക്കുന്നതായും അവൾക്ക് അനുഭവപ്പെട്ടു. അതിനു പുറമെ മനസ്സിൽ ഒരു പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടം നിറയുന്നതായി അവൾക്ക് തോന്നി. മെഡിസിനുകൾ താൽക്കാലികമായ ആശ്വാസം നൽകിയിരുന്നു എങ്കിലും അവളുടെ ആത്മാവ് മറ്റെന്തിനോ വേണ്ടി കൊതിക്കുന്നുണ്ടായിരുന്നു. അമൃതയുടെ ഓഫീസിനടുത്തുള്ള ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന കിരൺ എന്ന മൃദുഭാഷിയായ ഒരു സ്ത്രീയെ ഈ കഠിന ദിനങ്ങളിലാണ് അവൾ കണ്ടുമുട്ടിയത്. അക്യുപ്രഷറിനെ കുറിച്ച് അവൾ കേട്ടിരുന്നുവെങ്കിലും അവൾക്ക് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലായിരുന്നു. കിരണിന്റെ ശാന്തമായ പെരുമാറ്റം അവളിൽ കൗതുകമുണർത്തി. അതിനാൽ ഒരു ഉച്ചതിരിഞ്ഞ നേരം അവൾ ആ സെന്റർ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവൾ അവിടെ ചെന്നപ്പോൾ മുറി വളരെ ശാന്തമായിരുന്നു. അവിടെയാകട്ടെ മൃദുവായ വെളിച്ചവും ലാവൻഡറിന്റെ ഗന്ധവും നിറഞ്ഞിരുന്നു. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തപ്പോൾ ഒരു ശാന്തത അനുഭവപ്പെട്ടു. ശരീരത്തിന് എനർജി പോയിന്റുകളും മെറീഡിയനുകളും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു പുരാതന സമ്പ്രദായമാണ് അക്യുപ്രഷർ എന്നും ഈ പോയിന്റുകളിൽ അമർത്തുന്നത് തടയപ്പെട്ട ഒരു ഊർജത്തെ പുറപ്പെടുവിക്കുമെന്നും അത് രോഗശാന്തിയും സന്തുലിതാവസ്ഥയും അനുവദിക്കുമെന്നും കിരൺ വിശദീകരിച്ചു. എന്താണ് തനിക്ക് ലഭിക്കുക എന്നറിയാത്തതിനാൽ അമൃത ആ മൃദുവായ കിടക്കയിൽ കിടന്നു. ഊഷ്മളവും മൃദുവുമായ കിരണിന്റെ കൈകൾ ആദ്യം അവളുടെ പാദങ്ങളിൽ അമർത്തി തുടങ്ങി. അത് അവളുടെ മനസ്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു. അമൃതയ്ക്ക് അത് ആദ്യം വിശ്വസനീയമായിരുന്നില്ല. എന്നാൽ കിരണിന്റെ വിരലുകൾ ശരീരത്തിലെ മറ്റു മെറീഡിയൻ പോയിന്റുകളിൽ സ്പർശിച്ചപ്പോൾ അവൾക്കെന്തോ മാറ്റം അനുഭവപ്പെട്ടു. അത് ശാരീരിക സമ്മർദ്ദം മാത്രമായിരുന്നില്ല. അമൃത തന്റെ സങ്കടവും ഭയവും നിരാശയും എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കിരണിന്റെ കൈകൾക്ക് കൃത്യമായി അറിയാവുന്നതുപോലെ. ഓരോ പ്രസ്സും ഓരോ റിലീസും ആഴത്തിലുള്ള എന്തോ ഒരു ചെറിയ അൺലോക്ക് പോലെ അമൃതയ്ക്ക് തോന്നി. സെഷൻ തുടരുമ്പോൾ വേദനയിൽ നിന്നല്ല, മറിച്ച് വിചിത്രമായ ഒരു മോചനത്തിൽ നിന്ന് അവളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. വർഷങ്ങളായി അവൾ കുഴിച്ചിട്ട വികാരങ്ങൾ ഉണർന്നു. അവളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, മറന്നുപോയ സ്വപ്നങ്ങൾ, പറയാത്ത വാക്കുകളുടെ ഭാരം. കിരൺ ആകട്ടെ ഒന്നും പറഞ്ഞില്ല. അവളുടെ ജോലി തുടർന്നു. അമൃതയുടെ ശരീരത്തിലെ എല്ലാ മെറീഡിയൻ പോയിന്റുകളിലും അമർത്തി അവൾ ആ സെഷൻ അവസാനിപ്പിച്ചു. സെഷൻ അവസാനിച്ചപ്പോൾ അമൃതയ്ക്ക് താൻ വ്യത്യസ്തയായതുപോലെ തോന്നി. അവൾക്ക് തന്റെ ഭാരം കുറഞ്ഞതായും ഹൃദയഭാരം ഇല്ലാതാകുന്നതായും തോന്നി. വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ട തന്റെ ഭൂതകാലം തിരികെ വരുന്നത് പോലെ. ഇത്രയും നേരം തന്നെ പിടികൂടിയ പിരിമുറുക്കത്തിന്റെ അഭാവം അനുഭവിച്ചവൾ ഇരുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കിരൺ സൗമ്യമായി ചോദിച്ചു. അമൃത കണ്ണുനീർ തുടച്ച് മൃദുവായി പറഞ്ഞു, ഞാനിപ്പോൾ വളരെ ലൈറ്റ് ആയതുപോലെ തോന്നുന്നു. കിരൺ തലകുലുക്കി. ഇതേ വാക്കുകൾ മുമ്പ് പലതവണ കേട്ടതുപോലെ. നമ്മൾ പരിപോഷിപ്പിക്കാൻ മറക്കുന്ന നമ്മുടെ ഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ അക്യുപ്രഷർ നമ്മെ സഹായിക്കുന്നു. ചിലപ്പോൾ നമുക്കറിയാത്ത വേദനകൾ ശരീരം മുറുകെ പിടിക്കുന്നു. അത് പുറത്തുവിടുന്നതിലൂടെ ഞങ്ങൾ രോഗശാന്തിക്ക് ഇടം നൽകുന്നു. കിരൺ മൊഴിഞ്ഞു. പിന്നീടുള്ള ആഴ്ചകളിൽ
അമൃത പലപ്പോഴും കിരണിന്റെ സെഷനുകളിൽ പങ്കുചേർന്നു. ഓരോ തവണയും തന്നിലെ മാറ്റം അവൾ ശ്രദ്ധിച്ചു. ഒരിക്കൽ പിരിമുറുക്കത്താൽ നിറഞ്ഞ അവളുടെ ശരീരത്തിന് ആശ്വാസം അനുഭവപ്പെട്ടു. അവളുടെ തോളിലെയും തലയിലെയും വേദന അപ്രത്യക്ഷമായി. എന്നാൽ ശാരീരിക ആശ്വാസത്തെക്കാൾ അക്യുപ്രഷർ അവൾക്ക് വളരെ വിലപ്പെട്ട ഒന്ന് സമ്മാനിച്ചു. അതായിരുന്നു മാനസികാരോഗ്യം. കേവലം തകർന്നത് ശരിയാക്കുക മാത്രമല്ല രോഗശാന്തി എന്ന് അമൃത മനസ്സിലാക്കി. അതാവട്ടെ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതായിരുന്നു. അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അൺലോക്ക് ചെയ്യാൻ കാത്തിരുന്ന ജീവിതത്തിന്റെ ഒഴുക്കുമായി വീണ്ടും ബന്ധിപ്പിക്കുന്ന ഒന്നിനെ കുറിച്ചായിരുന്നു. ഒരു ലളിതമായ സ്പർശനത്തിന്റെ ശക്തിയിലൂടെ അവൾ തന്നിലേക്ക് തന്നെ സ്വതന്ത്രവും സമാധാനപരവുമായ ഒരു ശക്തി കണ്ടെത്തി. അതായിരുന്നു അക്യുപ്രഷറിന്റെ ശക്തി. നന്ദി. വീണ്ടും കാണാം.